സംസാരിച്ചു. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കവരയൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഓണപ്പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്താ പറയാ ഫാസ്റ്റ് മ്യൂസിക് വേദമൂടും അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കേട്ട് വരുന്നത്. ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ എല്ലാ പിള്ളേരോട് ചോദിച്ചാൽ അങ്ങനത്തെ ഓണമൂട് പാട്ടുകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇതുപോലെ നമ്മുടെ ടീച്ചർമാരും മാഷുമാരും നമുക്ക് ഈ പാട്ടൊക്കെ പാടി തരാറുണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കവിത കേൾക്കാൻ പറ്റിയതും അത് ഈ ഉത്രാട ദിനത്തിൽ തന്നെ കേൾക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അപ്പോൾ എന്താണ് എവിടം വരെയായി എല്ലാവരുടെയും ഓണാഘോഷം എല്ലാം? എല്ലാവരും ഇങ്ങനെ എന്താ പറയാ നാളെയാണ് ഓണം, അതിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടപ്പാച്ചലിലായിരിക്കും അല്ലേ? തിരിച്ചു പറയാൻ എന്നതിനൊരു ശക്തി കിട്ടുക, അതറിയാനാണ്. അത്രയുള്ളൂ. എന്തായാലും സന്തോഷം. ഇങ്ങനെ ഇതേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ കുട്ടിയോട് കാണാൻ പറ്റും. ആവും എങ്ങനെന്താ വരൂ, അതിനൊരു സംവിധാനമൊക്കെ ഒരുക്കി തരാം. എന്തായാലും സന്തോഷം. മനസ്സിലായി. ഓക്കെ, അതിലേറെ അപ്പോ പിന്നെ നമ്മുടെ ലീലാകൃഷ്ണൻ സാറ്, അദ്ദേഹം ഒരു കാലത്ത് എല്ലാ പൂരപ്പറമ്പിലും ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ പറഞ്ഞു നടക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെ വളയംകുളത്തെ കൊഴിച്ചാങ്കട്ടിയിലെ ഒരു കൊല്ലം ഇതുപോലെ കഥാപ്രസംഗം ഉണ്ടായി. പറമ്പ് ആമോദത്തോടെ വസിക്കും കാലം ആധികൾ വ്യാധികളൊന്നുമില്ല.